speak anything because he may try to influence the people, utilizing his status and position and all. So I don't bother about it. I need the future. In future, no girls, I'm paving the way. In future, no, like me, all the girls who are coming to act in the movie, they should not be harassed. They should not be exploited. I'm least bothered because now the law is equal to everyone regardless of gender, caste and taste. And asked us to remove dress, and I want you both doing lesbian, he said. Then we both were so shy, and we both were looking at like at each other like that. Then he got fed up. Then he removed his stress, everything. Then he started to do masturbation looking at us. This Balachandran guy. The director. ചേച്ചിക്ക് ഇവിടെ മാത്രമല്ല പിടി, അങ്ങ് ഇന്റർനാഷണൽ ന്യൂസ് വരെയാണ് പുള്ളിക്കാരി വെച്ച് കാച്ചുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിപ്പോൾ കേരള മീഡിയയിൽ കൂടെ കണ്ടതല്ലാതെ പുള്ളിക്കാരി കുറേ കാര്യങ്ങളെ കാച്ചി വിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ബാലചന്ദ്ര മേനോനെതിരെയും അതോടൊപ്പം തന്നെ ഇടുക്കി ജാഫർക്കെതിരെയും മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയുമാണ് ഈ പറയുന്നത്. ഇങ്ങനെ 4 പേര് പുള്ളിക്കാരുടെ ഇതിലുണ്ടെന്നും ഇനിയും കുറേ പേര് വരാനുണ്ടെന്നും ഇങ്ങനെ തുടങ്ങി കുറേ പേരുണ്ടെന്നുമാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കുറേ പേര് യൂസ് ചെയ്തു എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമല്ലേ, അല്ലേ? അതാണ് കേരള മീഡിയകളിൽ കയറി കഴിഞ്ഞാൽ അത്രയൊന്നും റീച്ച് ആവത്തില്ല, എല്ലാവരിലേക്കും എത്തണ്ടേത്. മിനു മുനീർ ആരാണെന്ന് ലോകം മൊത്തം അറിയണ്ടേ? അതിനാണ് പുള്ളിക്കാരി ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് പുള്ളിക്കാരി ചിന്തിച്ചിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് ചാനലിലേക്ക് കയറി കഴിഞ്ഞാൽ ലോകം മൊത്തം അറിയുമല്ലോ എന്നെക്കുറിച്ച്. ഞാനൊരു വീര വനിതയായിട്ട് ഇവിടെ നിൽക്കുകയാണ്, സ്ത്രീകളുടെ സംരക്ഷണത്തിന്, സ്ത്രീകളുടെ പുനരുത്ഥാനത്തിന് വേണ്ടി ഞാനിവിടെ കഷ്ടപ്പെടുന്നു എന്ന രീതിയിലാണ് പുള്ളിക്കാരി ഈ ചാനലിൽ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇവിടെ ഈ പുള്ളിക്കാരി ഈ ചാനലിൽ പറയുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് പുള്ളിക്കാരിയോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഈ സംഭവം നടക്കുന്നത്, അതായത് 2008 പുള്ളിക്കാരിയെ ഈ പറയുന്ന ജയസൂര്യ പുറകിൽ നിന്ന് ഹക്ക് ചെയ്തു ഉമ്മ വെച്ചു എന്ന് പറയുന്നു. അതിവിടെ ഉമ്മ വെച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബാലചന്ദ്ര മേനോൻ ഇവരെ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും മറ്റു 3 പെൺകുട്ടികൾ ബെഡിൽ വ്യവസ്ഥരായിട്ടിരിക്കുകയും ഇങ്ങാരും വ്യവസ്ഥനായി നിന്നുകൊണ്ട് അവിടെ ഇതൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞ ഒരു സമയമുണ്ടല്ലോ. അന്ന് ഈ പുള്ളിക്കാരിയുടെ പ്രായം 36 വയസ്സായിരുന്നു. അത് ഞാൻ പറയുന്നല്ലേ, പുള്ളിക്കാരി പറയുന്നതാണ് കേട്ടോ ഈ ചാനലിൽ. അന്ന് ഈ പുള്ളിക്കാരിക്ക് 36 വയസ്സായിരുന്നു. അന്ന് ഈ പുള്ളിക്കാരി ആരോടും പറഞ്ഞില്ല. പറയാതിരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് എൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ചാണ്. അത് ഉദ്ദേശിച്ചാണ് ഞാനിത് ചെയ്യാൻ. പിന്നെ അതുമല്ല, ഞാൻ വലിയൊരു കായിക താരമായിരുന്നു. ഞാൻ ഈ കായിക താരമായതുകൊണ്ട് തന്നെ ഞാൻ സിനിമയിലേക്ക് വന്നപ്പോഴത്തേന് എല്ലാ ന്യൂസ് ചാനലുകളിലും അങ്ങ് പ്രചരിച്ചു. മിനു മുനീർ സിനിമയിലേക്ക്, കായിക താരം മിനു മുനീർ സിനിമയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസിലൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി പറയുന്നത്. ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം 36 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്വതയുള്ള പ്രായം. അതോടൊപ്പം തന്നെ എന്തിനോടും എതിരിടാൻ പറ്റുന്ന ഒരു പ്രായം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സ്ത്രീകളും, ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ത്രീകളും അവർക്കെതിരെ മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കത്തില്ല. അത് ആരെ എടുത്തെന്ന് പറഞ്ഞാലും അവരെല്ലാം എന്ത് ചെയ്യും? തക്ക മറുപടി കൊടുക്കും. വേണമെങ്കിൽ അവനങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വെട്ടിക്കളയും, അല്ലെങ്കിൽ എടാ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു ഓട്ടിക്കും. അതൊന്നും ചെയ്യാതെ ചേച്ചി 36-ാമത്തെ വയസ്സിൽ, അന്നേരം ഈ പുള്ളിക്ക് ഇതൊന്നും ചെയ്യണ്ടായിരുന്നു. ഈ പുള്ളിക്കാരിക്ക് അവരോട് ഒന്നും പറയണ്ടായിരുന്നു, എതിർത്തൊരു അഭിപ്രായവും പറയണ്ടായിരുന്നു. അന്ന് ഇതെല്ലാം ആസ്വദിച്ചിരുന്നിട്ട് ഇന്ന് പുള്ളിക്കാരി കംപ്ലൈൻറ്റ് വന്നു. പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട്, ബാലചന്ദ്ര മേനോന് അവിടെ നിന്നുകൊണ്ട് മാസ്റ്റർബേഷൻ ചെയ്തിട്ട് ഇവരുടെ ദേഹത്ത് വീണമെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു എന്ന്. അതുവരെ, അതായത് ഇവരെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഇവരെ ഡ്രസ്സ് അഴിക്കാൻ പറയുന്നു. ഇവരഴിക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഡ്രസ്സ് അഴിച്ചതിന് ശേഷം പുള്ളിക്കാരൻ അവിടെ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്ത് അത് വന്ന് ഇവരുടെ ദേഹത്ത് വിട്ട് എന്നിട്ട് ആന്ന് വെച്ചു. അത്രയും സമയം അവരുടെ കാത്തു നിന്നു. ഈ പറയുന്ന 36 വയസ്സുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുമോ? അവർക്കിത് സമ്മതമല്ല എങ്കിൽ അവർ കൃത്യം അവിടെ നിന്ന് അവൻ്റെ അടിച്ചൊടിക്കത്തില്ലേ? ഒടിക്കുമോ ഇല്ലയോ? നിങ്ങൾ തന്നെ പറ. ഒടിച്ചിരിക്കും. അത് 36 വയസ്സുള്ള ഏത് പെൺകുട്ടി അത് ഒടിച്ചിരിക്കുക. അത് അന്നെന്നില്ല ഇന്നെന്നില്ല എന്നൊന്നുമില്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമുണ്ടെങ്കിൽ അവർ ഒടിച്ചിരിക്കും. ഇത് പുള്ളിക്കാരി പിന്നെ പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്നാണ് പറയണേ. ഇന്ന് അവരുടെ മൂത്ത കൊച്ചിന് 28 വയസ്സെങ്ങാണ്ടുണ്ട്. 28 വയസ്സെങ്ങാണ്ടുണ്ട്. അന്ന് ഇവരുടെ മൂത്ത കൊച്ചിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 12 വയസ്സാണ്. 12, 8 ആ ഒരു വയസ്സ് പ്രായമാണ്. ഇവരെന്തിനു പേടിക്കണം? ഇവരൊറ്റയ്ക്കാണ്, സിംഗിൾ പേരൻ്റാണ്, എല്ലാം ശരിയാണ്. ഒരാൾ നമ്മളെ അബ്യൂസ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ അനുവദിച്ച് കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയണേ?
എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പെൺകുട്ടികളുടെ പുരോഗമനത്തിനും പെൺകുട്ടികൾ നല്ല ധൈര്യത്തോട് മുമ്പോട്ട് വരണമെന്ന് പറഞ്ഞ് ധൈര്യമില്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ന്യായമാണ്? അതും പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് നോക്കണം. ഇംഗ്ലീഷ് ചാനലിൽ ഇരുന്ന് ഘോര അങ്ങ് സംസാരിച്ചു വിടുക. എനിക്ക് ഇപ്പോഴാണ് ഓണം വന്നത്, എനിക്ക് മുകേഷിൻ്റെ അറസ്റ്റ് വന്നേ പിന്നെ എനിക്ക് ഓണമായി, ഞാൻ സോണ സാരി എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങ് കുശി ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുമല്ല, ഈ നമുക്ക് കേട്ടു നോക്കാം, എന്നിട്ട് ഞാൻ പറയാം. Made a false complaint against me a POCSO case, before 3 days ago, and I don't feel fear because if MLA, he may speak anything because he may try to influence the people, utilizing his status and position and all. So I don't bother about I need the future. In future, girls, I'm paving the way. In future, like me, all the girls who are coming to act in the movie, they should not be harassed. They should not be exploited. I'm least bothered because now the law is equal to everyone regardless of gender, caste, and social status and the position. So I don't bother now. I believe in the court, judge, and the special investigation team. They all, the DIG was Ajita Begum madam, and the AIG was Pungulli madam. So they all very good work for justice. And hereafter, I don't think this Gundaism, all this was going on in film industry. അന്നത്തെ കാലത്ത് നിയമമൊന്നും ഇല്ലായിരുന്നു. ഇന്നാണ് നിയമമൊക്കെ ഉള്ളത്. അതുകൊണ്ട് പെൺകുട്ടികൾക്കെല്ലാം ഒരു ഈക്വൽ സംഭവമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇനി ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടണം എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. അതുമല്ല, പുള്ളിക്കാരി പറയുന്നത് ഈ പറയുന്ന മുകേഷിനെ ഞാൻ അകപ്പെടുത്തിയപ്പോൾ എനിക്കെതിരെ ഒരു കേസ് വരെ ഫയൽ ചെയ്തു എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, not work out hereafter. So someone should come forward, then only the court can, police people, everybody can take action, right? If everybody keep silence, how they can take action? So we feel proud and we feel confidence now arresting MLA today. Yeah. Are you concerned that he's already out on bail? Yeah, he's out on bail. I know. Does that worry you? No. He's arrested, no? So we won. He's arrested. So hereafter, no one will dare to, they should change the attitude, behaving with the ladies here. Nobody is, they're not giving value. They're not giving, they're not, giving a dignity or respect for the women here in Kerala. So this all changed today. ഈ പുള്ളിക്കാരി പറയുന്ന പ്രകാരം കേരളത്തിലുള്ള ആരും സ്ത്രീകൾക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, ഒരു ബഹുമാനം കൊടുക്കുന്നില്ല എന്നാണ് പോയിരുന്ന് വേറൊരു ഇൻ്റർനാഷണൽ ചാനലിൽ പറയുന്നത്. കേരളത്തിലുള്ള എല്ലാ പുരുഷന്മാരെയും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ത്രീകൾക്കും ബഹുമാനം കൊടുക്കുന്നില്ല എന്ന രീതിയിൽ. ഈ സിനിമാ നടന്മാരും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാലും ഇത് പോയി എത്തുന്നത് എങ്ങോട്ടാണ്? എല്ലാ പുരുഷന്മാരും സ്ത്രീക്ക് ബഹുമാനം കൊടുക്കുന്നില്ല എന്നൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കും. ഇവർ നല്ലൊരു സംഭവം തന്നെയാണ് ഇവർ പോയി പറയുന്നത്. ആർക്കാണ് ബഹുമാനം കൊടുക്കാതിരുന്നത്? സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്നില്ല. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ തുല്യ വരുമാനം എന്തോ കൊടുക്കാൻ പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. അത് ലോജിക്കില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഇവർ പറയുന്ന പ്രകാരം സിനിമാ ഫീൽഡിൽ ആർക്കും റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എങ്കിൽ അത് തിരുത്തപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ ഇവർ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ആണുങ്ങളും സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എന്ന രീതിയിലേക്കായി മാറുന്നുണ്ട്. Yeah. After how long are you smiling? The last few months and years must have been very tense for you, huh? Really, lot of abuse, and I couldn't enjoy my Onam festival also. Today only I wore Onam saree. That's so nice. Today is your Onam. Today's your Onam. That's lovely. A lot of people may not know what you. In 2008, I came to film field. Before I was working in abroad in legal consultancy, but my children. ഒത്തിരി നാളായി ചിരിച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് ചിരി വന്നിരിക്കുന്നത് എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ചിരിയാണ്, എപ്പോഴും നൃത്തം കളിയാണ്, എപ്പോഴും പാട്ടുപാടലാണ്. എന്നിട്ട് പുള്ളിക്കാരി പറയുക, ഇപ്പോഴാണ് എനിക്ക് സ്മൈലി വന്നതെന്നും ഇപ്പോഴാണ് ഞാൻ ഒന്ന് ആഹ്ലാദിച്ച് ഉല്ലാസിക്കുന്നതെന്നും ഇപ്പോഴാണ് ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്തതെന്നും ഓണം സാരി ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി പറയുന്നത്. അവരുടെ ഫേസ്ബുക്ക് പേജിൽ കയറിയാൽ നിങ്ങൾക്ക് തന്നെ അത് വിസിബിളാണ് അവരുടെ സന്തോഷം. എന്നിട്ട് അവരിപ്പോൾ പറയുന്നത്. ഓക്കെ, ബാക്കി കേട്ട് നോക്കാം. In 2008, I came to film field. Before I was working in abroad in legal consultancy, but my children were so small and they were in boarding school. So I wanted to see them. I don't want to miss them. For that, I came to film field. So I was a dancer, classical dancer. Even I know Momokiniyattam. I'm also a singer. I'm very much fond of acting. So I came. I can do something. I had a confidence. But when I entered in film industry, I had a bitter experience from the first movie itself. One hero is coming and hugging me from behind. And when I turned, he's kissing me on my lips. I got so shocked, then I just ran. Which hero? He was a hero and he did so. And the director Balachandran Menon also, I had a very big, I was witnessed very
മനസ്സിലായല്ലോ? ജയസൂര്യ ആദ്യത്തെ പടത്തിൽ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അത് തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് ബാലേന്ദ്ര മേനോനെതിരെ പറയുന്ന കാര്യം കേട്ടോണം. Horrible thing of Balachandra Menon, the director. You know, perverted sex. No, he wanted to see lesbian girls, and he's enjoying it. Then group sex. No, he brought some junior girls, small girls. I think I don't know what is their age and they said, come to my room if you want to something rare, you can come. And then I was wondering why he's calling me in the midnight. So I went to that room, went to his room. Then it was really. This is Balachandran. Oh, Balachandra Menon, the main director. He tried to pressure you to join group sex in his room. Group, sit and watch. He asked me to sit and watch. Sit and watch. Okay. But this was on video, or this was actually happening in his room? It is happening in his room. And another 3 men are sitting and watching. And 3 girls are, they are without dress. He is also without dress. The group is going on. I immediately ran out from there. That is a second thing. First thing I saw, he is forcing one girl to remove the dress. That I saw. That time also I ran out. Second thing also. Third time, he called me and the same age one artist and asked us to remove dress. And I want you both doing lesbian, he said. ബാലേന്ദ്ര മേനോനെ ഇന്റർനാഷണൽ ലെവലിൽ വരെ നാണം കെടുത്തുന്ന രീതിയിലാണ് പുള്ളിക്കാരി പോയി പറഞ്ഞു കൊടുക്കുന്നത്. ബാലേന്ദ്ര മേനോൻ ആ റൂമിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഒരു മനുഷ്യനെ, എനിക്കറിയില്ല ബാലേന്ദ്ര മേനോൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ, ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുള്ളിക്കാരിക്കെതിരെ കേസൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ബാക്കി കേട്ടു നോക്കാം. Both were so shy and we both were looking at each other like that. Then he got fed up. Then he removed his stress, everything. Then he started to do masturbation looking at us. This Balachandran guy. അപ്പോൾ ആ അവതാരിക വരെ നെഞ്ചത്ത് കൈവെക്കുകയാണ്. അത്രമാത്രം മോശപ്പെട്ടവനാണോ എന്ന രീതിയിലാണ്. The director. Then what happened? Actually, I was a national athlete, national gold medalist. That time, all newspaper came. One gold medalist, she has come to film field. Full, that established in all the newspaper. So I cannot stop and go. The people will think. അങ്ങനെ അവർ പറയുകയാണ്, എനിക്കന്ന് എല്ലാ പേപ്പറിലും വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പ്രതികരിച്ചില്ല എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. ഈ അവതാരക പല സമയത്തും ചോദിക്കുന്നുണ്ട്, നിങ്ങളന്ന് കേസ് കൊടുത്തായിരുന്നോ? അപ്പോഴെല്ലാം ഈ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, അന്ന് ഞാൻ പുതുതായിരുന്നു, കായിക താരമായിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോയൊക്കെ അങ്ങ് പ്രചാരത്തിലായി, കായിക താരം സിനിമയിലേക്ക് എന്ന രീതിയിൽ ന്യൂസ് വന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പ്രതികരിക്കാഞ്ഞെന്ന് പറയുന്നു. പിന്നെ പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു, അവരുടെ പഠിത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. I stopped the movie and this first movie also, no. So I have no any option. I was there. So this thing I experienced. Then what happened? The last day he asked me, Minu, today your shooting is off. Sponsor. Go with the sponsor. The sponsor took me to 5-star hotel. Then he is coming to my room coolly. I said, why you are coming here? ഇത് പറയുന്ന ഇടയ്ക്ക് ആ സ്പോൺസറെ കുറിച്ചും അതേപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്പോൺസറിന്റെ കാര്യം അത് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ വന്നു, ഞാൻ ഇന്ന് ഇവിടെ കിടന്നോട്ടെ എന്ന സ്പോൺസർ പറഞ്ഞില്ലേ, ആ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. Yeah, today I'm going to sleep with you. No. He didn't tell you. No, I don't know anything of this. No. Then he told me, the sponsor told me, I have told lies to my wife. I cannot go back. If you don't mind, can I sleep in that court side? I will not disturb you. I will not touch you at all. I said, if you don't touch me, it's okay, well and fine. You can sleep there. Even I am also tired by traveling. Don't disturb me at all. He said, promise I will not. Then he slept there early morning. He went. Even I too slept there. Then the next day also, after the program, 7 stages was there. After the stage shows, one person came, another sponsor came. Come, get in my car. I said, no, I won't come. Then they understood I'm not going. Then the 7 programs over, this Jafar Idiki didn't pay me. 7 stages. How much I suffered playing dance, immediately changing another dress. Then I was singing, immediately changing the dress. Then skit I'm doing. And like the 7th stage I finished. Then he's telling he didn't pay the payment. I asked why? Because you didn't cooperate with the sponsors, so they didn't give the money. Have you complained about him as well? No, because I have 2 children. I don't know what will happen. If I disclose to anyone, they will harm my children or they will harm me. So I kept quiet because I prioritized to my children's education. So I just left my native place, Kerala. I went to Chennai. Then tell me. ഓക്കെ, പുള്ളിക്കാരി പറയുന്നത് ഇടുക്കി ജാഫറിനെതിരെയാണ്. ഇടുക്കി ജാഫർ പറഞ്ഞ സ്പോൺസർമാർക്ക് സഹകരിക്കാൻ പറഞ്ഞു. അവർ സ്പോൺസർമാരോട് സഹകരിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് പൈസ കൊടുത്തില്ലെന്നാണ് പറയുന്നത് ഈ ജാഫർ ഇടുക്കി. അത് കഴിഞ്ഞ ശേഷം ഈ അവതാരക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തോ എന്ന് ചോദിക്കുമ്പം ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തില്ല, എൻ്റെ മക്കൾക്ക് ഞാൻ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഞാൻ ഒന്നും കൊടുത്തില്ല, പിന്നെ ഞാൻ വന്ന് ചെന്നൈ സെറ്റിലായി എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അന്നേരം ഇവർ ചോദിക്കുന്നുണ്ട്, അന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു എന്ന്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. You are going to be filing complaints against Jafar Idiki and Balachandran also? Of course. I was supposed to give a statement to Pungurli madam. That time only they stopped me, they suppressed me, registering a post. അല്ല, ഇവർ കേസ് കൊടുക്കണ്ട, അവരെ ഇങ്ങോട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർ പോയി കേസ് കൊടുക്കുന്നതിന് പുറമെ ഇങ്ങോട്ട് കേസ് ആയിട്ടുണ്ട്. എന്തായാലും നോക്കാം. Poxo case against me.
So I have that I understood they want to arrest me and put me inside. Once they put me inside, so I will not give case against Balendra Menon and I will not give statement to about Idiki Jafar. So they wanted to stop me. So I just moved from there for 4 days. Right. And when all this was happening, when all of this was happening, how old were you or how young were you? I was 35 years, 35, 36 that time. Did you try and tell anybody or did you feel nobody was ready to listen to you at that time? No, I didn't tell anyone. I was scared at that time, because of my children. Yeah. Small 2 children. If I disclose anyone, that person will go and tell double. Minu said like this, so. I don't know what will happen to me. And I was scared about gossip also. So I just kept quiet and I just surrendered to God. I don't know God what to do. But now God gave me an opportunity. Come on, disclose what all you have faced. Yeah. Are you scared today? No, I know I'm not scared at all. Why should I? Our law is there. Police force is there. My son is with me. And I don't. More than God is with us. God is with. ഇന്ന് അവർക്ക് ആരെയും പേടിയില്ലെന്നും ഇന്ന് അവർക്ക് ഒന്നിനെ പേടിയില്ല, ഇന്ന് ലോ ഉണ്ട്, ഇന്ന് പോലീസ് ഉണ്ട്, എല്ലാം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അന്ന് ഇവർക്കൊന്നും ഇല്ലായിരുന്നു. അന്ന് ഇവർക്ക് 35-36 വയസ്സുള്ളപ്പോഴാണ് സംഭവിക്കുന്നത്. അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് അവതാരക ചോദിക്കുന്ന സമയത്ത് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കണമായിരുന്നു, എന്നെക്കുറിച്ച് ഗോസിപ്പുകളൊക്കെ വരുമായിരുന്നു, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിതൊന്നും പറയാതിരുന്നതെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഈ പുള്ളിക്കാരി 36 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവം നടന്നതെങ്കിൽ അതും 2008 16 വർഷമായി ഇത് നടന്നിട്ട്. 16 വർഷമാകുമ്പോൾ ഇന്ന് അവർക്ക് 52 വയസ്സാവുന്നുണ്ട്. അവരുടെ മൂത്ത മകൾക്കോ മകനോ അവർക്കന്ന് 28 വയസ്സുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ കൊച്ചിന് അന്ന് 12 വയസ്സുണ്ട്. അതാണോ ഇവർ പറയുന്ന ഒരു കാര്യം? കുഞ്ഞു പിള്ളേരായിരുന്നു എന്ന്. അന്ന് അവർക്ക് പ്രതികരിക്കണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു. അപ്പോൾ അതൊന്നുമല്ല, അവർക്ക് ചാൻസിന് വേണ്ടി അവരിതെല്ലാം ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതല്ലാതെ വേറെ എന്താണ് നമ്മൾ പറയുന്നത്? ഇവർക്ക് ചാൻസിന് വേണ്ടി, ഇവരുടെ ഈ നിലനിൽപ്പിന് വേണ്ടി ഇതിനെല്ലാം വഴങ്ങി കൊടുത്തിട്ടുണ്ടാകാം. എന്നിട്ട് ഇപ്പോൾ ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇവർ വന്നെത്തിയതായിരിക്കാം. ഇതാണ് എൻ്റെ ഒരു തോന്നൽ. ഇതൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ എന്നിട്ട് ഇവരിപ്പോൾ ഫെയിമിന് വേണ്ടി ഇവർ മുൻ മീഡിയകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൽ സത്യാവസ്ഥ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ബാലേന്ദ്ര മേനോൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഇടുക്കി ജാഫർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, മുകേഷ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഈ പറയുന്ന ജയസൂര്യ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒന്നും നമുക്കറിയില്ല. ഈ പുള്ളിക്കാരി പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ പുള്ളിക്കാരിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇല്ലാതെ ഈ പുള്ളിക്കാരി വെള്ളപൂശിക്കൊണ്ട് കേരളത്തിലെ നടന്മാരെല്ലാം അങ്ങ് ചീത്തയാണ് എന്ന രീതിയിൽ ഈ പുള്ളിക്കാരി പറയുന്നതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരി പറയുന്ന ഓരോ കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോഴും ഈ പുള്ളിക്കാരിക്ക് പ്രതികരിക്കേണ്ട സമയത്ത് ഈ പുള്ളിക്കാരി പ്രതികരിക്കാതെ എല്ലാത്തിനും വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഈ പുള്ളിക്കാരിക്ക് ഒരു അവസരം കിട്ടാതെ വരുന്ന സമയത്ത് അവർക്കെതിരെ ഇപ്പോൾ പോയാൽ അവർക്കെതിരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കുറച്ച് കാശൊക്കെ ഒപ്പിക്കാമല്ലോ എന്ന രീതിയിൽ എത്തിയതായിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരി ഇപ്പോൾ വന്നിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അന്ന് നടന്നത് 52ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ വന്ന് പറയുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം? ഒന്നെങ്കിൽ ഫെയിം, അന്ന് വിട്ടുമാറിയ ഫെയിം ഇന്ന് തിരികെ കൊണ്ടുവരണം. ഇവരുടെ ഫേസ്ബുക്ക് പേജ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയം വന്നതിൽ പിന്നെ ഇവർക്ക് ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടിയത് എത്രമാത്രമാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രം മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഇവർക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എല്ലാ മീഡിയകളും, ഇൻ്റർനാഷണൽ മീഡിയ വരെയാണ് ഇവരെ ന്യൂസിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഇവരൊന്ന് ഫെയിം ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് ബാലേന്ദ്ര മേനോനായാലും മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെങ്കിൽ ഇങ്ങനത്തെ ഒരു തെറ്റായ അലിഗേഷൻ അന്ന് പ്രതികരിക്കാതെ വന്നിട്ട് അന്ന് എൻ്റെ ഭാവി, എൻ്റെ മക്കളുടെ ഭാവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 35ാമത്തെ വയസ്സിൽ 36ാമത്തെ വയസ്സിൽ പറ്റിയ സംഭവത്തിന് ഇന്ന് 52ാമത്തെ വയസ്സിൽ വന്നിട്ട് ഈ കാര്യം പറയുമ്പോൾ എങ്ങനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? പിന്നെ ഇവരങ്ങ് കോമയിലേക്ക് പോയി. ഇപ്പോൾ ചില വക്കീലന്മാരൊക്കെ പറയുന്നുണ്ട് ഇവരങ്ങ് കോമയിലേക്ക് പോയി, ഇവരങ്ങ് സ്ട്രഗിൾ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. സാധാരണ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതിലും ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുമ്പിൽ ഇതുപോലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കുമോ ഇല്ലയോ? പ്രതികരിക്കുവേ? അതിപ്പോൾ കുഞ്ഞുള്ള സമയമാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം പ്രതികരിക്കും. കാരണം എൻ്റെ ഒരു കുഞ്ഞ് ഉണ്ട്, അതിനെ എനിക്ക് പോറ്റണം, നിൻ്റെ തോന്നിവാസമൊക്കെ നീ വീട്ടിൽ കൊണ്ട് കാണിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്തെടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പോകും. അല്ലേ? അപ്പോൾ ഇവരുടെ ഉദ്ദേശം അതല്ലായിരുന്നു. ഇവർക്ക് സിനിമയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കണമായിരുന്നു. അത്രേ ഉള്ളു കാര്യം. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.